ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ ക്ലബ് ഹൗസ് റൂമിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. ഇന്ന് ഈ സമയത്ത് ഇങ്ങനെ ഒരു ചർച്ച നടത്തണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നതല്ല. വാസ്തവത്തിൽ ഇന്നലെ ക്ലബ് ഹൗസിലുണ്ടായ ചില സംഭവ വികാസങ്ങൾ കാരണമാണ് ഇന്ന് ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ ഇന്ന് രാവിലെ 1 മണിക്ക് ഞങ്ങൾ തീരുമാനിച്ചത്. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ റൂം ഇട്ടിരുന്നു. അതിൻ്റെ അനന്തരഫലമായിട്ട് ആണ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 14:18 ശിംശോൻ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ പശുക്കിടാവിനെ പൂട്ടി ഉഴുതില്ലെങ്കിൽ എൻ്റെ കടം വീട്ടുകയില്ലായിരുന്നു എന്നാണ് ശിംശോൻ അവിടെ തൻ്റെ ഭാര്യയുടെ നാട്ടുകാരോട് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഞങ്ങളുടെ ഒരു പശുക്കിടാവിനെ പൂട്ടി ജിഹാദികളൊന്ന് ഉഴാൻ നോക്കി. അതിൻ്റെ അനന്തരഫലമാണ് ഇപ്പോൾ ഈ സ്പേസ് ഷട്ടിലില്ലാതെ സ്പേസിൽ പോയ മുഹമ്മദ് എന്നുള്ള ഈ റൂം. മുഹമ്മദ് ഈസയുടെ ചേട്ടൻ ക്രിസ്ത്യൻ ലോറൻസ് ഞങ്ങളുടെ സഹോദരന്മാരെ ആക്രമിക്കാൻ വേണ്ടി ഇന്നലെ ഒരു റൂം ഓപ്പൺ ചെയ്യുകയുണ്ടായി. അതിനകത്ത് ജിഹാദികൾ, നിരീശ്വരവാദികൾ, പിന്നെ കൾട്ടുകൾ, ബക്കറ്റ് ബാബയുടെ ആൾക്കാരുണ്ടല്ലോ, ഇവരെല്ലാവരും വന്നിട്ട് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളെല്ലാം കൊള്ളരുതാത്തവരാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഭയങ്കരമായിട്ട് ആക്രമിക്കുകയായിരുന്നു, ഞങ്ങളുടെ സഹോദരന്മാരെ എല്ലാം. ഞാനിന്ന് രാവിലെ അത് കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാതിരിക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം. അതിൽ സഭാഹാളിൽ ചെന്നിരുന്നിട്ടും എനിക്കൊരു സ്വസ്ഥത കിട്ടിയിരുന്നില്ല. കാരണം ക്രിസ്ത്യൻ ലോറൻസിനെ ഞാൻ അങ്ങനെ കണ്ടിരുന്നില്ല. അദ്ദേഹം മുഹമ്മദ് ഈസയുടെ മൂത്ത ജ്യേഷ്ഠനാണ്. മുഹമ്മദ് ഈസയുടെയും യൂസഫ് യഹ്യയുടെയും മൂത്ത ജ്യേഷ്ഠനാണ്. പക്ഷേ എന്നാലും ക്രിസ്തീയ സ്നേഹത്തിൽ തന്നെയാണ് നമ്മൾ ഇടപെട്ടിരുന്നത്. നമ്മളോട് അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിച്ചിരുന്നു, തെറ്റിദ്ധരിച്ചിരുന്നു. അതുകൊണ്ട് ഇങ്ങനൊരു പ്രവൃത്തി അദ്ദേഹത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം നമുക്കുണ്ടാക്കി. ഇപ്പോഴും നിങ്ങൾ പലരും ഇപ്പോൾ കേട്ടല്ലോ, ഇവിടെ ഇപ്പോഴും ക്രിസ്ത്യൻ ലോറൻസ് അപ്പുറത്തൊരു റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടുന്ന് വലിയ പ്രകോപനമൊന്നുമില്ല, ഇല്ലാതെ തന്നെ നിരന്തരമായി ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും ഇല്ലാത്ത ഈ ടീമുകളാണ് ബാക്ക് ചാനലിൽ അല്ലെങ്കിൽ ബാക്ക് റൂമുകളിൽ പെന്തക്കോസ്തിന്റെ ചില സഹോദരന്മാരെ നിയന്ത്രിക്കുക. ഞാൻ നേരത്തെ DP ഇട്ടപ്പം കാണിച്ചില്ല, അവര് മുഖമൊന്നും കാണിക്കാത്ത സഹോദരന്മാരാ. അവര് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു പടിയുടെ കയറി ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു സഹോദരനാണ് ഈ അനിൽകുമാർ അയ്യപ്പൻ, അഥവാ നമ്മുടെ അനിൽ കൊടുത്തോട്ടം എന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ടു. നമുക്ക് ഇപ്പം അറിയാം, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. എനിക്ക് ഒത്തിരി ഹൈന്ദവ സ്നേഹിതന്മാരുണ്ട്. BJPയിലും RSSലും ഒക്കെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരായിട്ടുള്ള സ്നേഹിതന്മാർ നമുക്കുണ്ട്. എങ്കിൽ തന്നെയും നമ്മുടെ നീക്കങ്ങളും നമ്മുടെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ സമീപിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഇടപെടുത്തിക്കൊണ്ട് വേണം നമ്മുടെ വിഷയങ്ങളിലേക്ക് അവരെ കൊണ്ടുവരേണ്ടത്. എന്നാൽ ഈ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അവരുടെ പശ്ചാത്തലം കുറച്ചുകൂടെ റൂട്ടുകൾ ഹൈന്ദവ റൂട്ടിലുള്ള പ്രിയപ്പെട്ടവരും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വിഷയമുണ്ടായാൽ, നാട്ടിലൊരു വിഷയമുണ്ടായാൽ വിളിക്കാതെയും പറയാതെയും തന്നെ അവര് നമ്മുടെ കാര്യത്തിൽ ഇടപെടും എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ട് സാരം, ഈ നമ്മള് ക്രിസംഗികള് അഥവാ സംഘപരിവാറിന്റെ അജണ്ട എന്നൊക്കെ പറയുന്ന പോലെ ചിലപ്പോ ഈ അവര് പറഞ്ഞിട്ട് ഒന്നും ആയിരിക്കത്തില്ല. അവര് മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിക്കൂ എന്ന് ഇവരോട് പറഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല. അവരുമായിട്ടുള്ള ഒരു റിലേഷൻ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട് എന്നുള്ള ബലത്തിൽ, നമ്മൾ ഒന്നിൽ ചാരി നിന്നുകൊണ്ട് വേറൊന്നിനെ അടിക്കാം എന്നുള്ള ധൈര്യത്തിൽ കാണിച്ചു കൂട്ടുന്ന ചില പ്രവർത്തനങ്ങളായിട്ട്, എന്ന് വെച്ചാൽ ഹൈന്ദവരുമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള റിലേഷനെ നിലനിർത്തിക്കൊണ്ട് അതെനിക്കുള്ളതിനാൽ എനിക്ക് കൂസലില്ല, എന്റെ കാര്യത്തിൽ അവരിടപെടും എന്നുള്ളത് കൊണ്ട് തന്റെ ഇടത്തോടു കൂടി കാണിക്കുന്ന ചില പ്രവർത്തികളായിട്ടാണ് ഇതിനെയൊക്കെ കാണുവാൻ സാധിക്കുന്നത്. കാരണം ഈ ഗൾഫിലൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ ക്രിസ്തീയ സ്നേഹിതന്മാർ പ്രത്യേകിച്ച് ഈ മുസ്ലിം വിഷയങ്ങളിലൊന്നും അധികം ഇടപെടാറില്ല. അവർ പറയും ഞങ്ങൾ താമസിക്കുന്നത് മുസ്ലിം രാജ്യത്താണ്, പ്രശ്നമാകും, അതുകൊണ്ട് ഈ മുസ്ലിം വിഷയങ്ങളിൽ അവർ ഇടപെടാറില്ല, മാറി നിൽക്കത്തേ ഉള്ളൂ. നാട്ടിലുള്ള സാധാരണക്കാരായുള്ള ക്രിസ്ത്യാനികളും കഴിവതും ഇതുപോലുള്ള മതസ്പർദ്ധയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യാറില്ല. ഞാൻ പറയുന്നത് ഒരു സാധാരണ ഒരു ക്രിസ്ത്യാനിയുടെ കാര്യമാണ് പറയുന്നത്. എന്നാൽ ചില ആൾക്കാർ ഇതുപോലെ എന്തെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും വിഷയങ്ങളിലൂടെ മുസ്ലിംസുമായിട്ട് വൈരാഗ്യമുള്ള ചില ആളുകൾ, അവര് ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരികയാണെങ്കിൽ അവർക്ക് ഒരിച്ചൂടൊക്കെ ബലം ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്റെ റൂട്ട് ഹൈന്ദവ റൂട്ടാണ്, എനിക്ക് ഹിന്ദുക്കളായിട്ടുള്ള RSSകാരായിട്ടുള്ള ആളുകളുണ്ട്, ഞാൻ വിളിക്കാതെയും പറയാതെയും തന്നെ ഒരു വിഷയം ഉണ്ടായാൽ അവരെന്റെ മേൽ എനിക്ക് ഇടപെടും എന്നുള്ള ഒരു ചങ്കൂറ്റം, ഒരു തന്റെ ഇടം ഉള്ളത് കൊണ്ട് എന്തുമാകാം എന്നുള്ള ഒരു നീക്കം ആണ് ഇദ്ദേഹം ചെയ്യുന്നതെന്നാണ് ഇപ്പം വ്യക്തമായി മനസ്സിലാവുന്നത്. കാരണം
ഒരു പ്രകോപനം ഇല്ലെങ്കിൽ കൂടെയും കുറച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് എപ്പോഴും ഒരു സമുദായത്തിനെതിരെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ത്വര ഈ വ്യക്തിയിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ പ്രശ്നം വരുമ്പോൾ വെളിയിൽ വരുമ്പോൾ പേര് ദോഷം വരുന്നതും നാണക്കേട് വരുന്നതും പെന്തക്കോസിൻ്റെതായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ പ്രവർത്തിക്കുന്നുള്ള നിലയിൽ ആ നിലയിലുള്ള ഒരു പേരുദോഷമാണ് വരുന്നത്. കാരണം ഈ ഗ്രൂപ്പ് റൂം ഇട്ടും വെച്ച് അവഹേളനപരമായ ഒത്തിരി കാര്യങ്ങൾ അങ്ങ് അവതരിപ്പിക്കും. അതുപോലെ പരിഹാസവും നിന്ദകളും ഒക്കെ മറ്റു സമുദായത്തിനെതിരെ അങ്ങ് അവതരിപ്പിക്കും. അതിനകത്ത് പറ്റുന്ന വെച്ചാൽ ഇവര് ചെറുപ്പക്കാരായ കുറച്ച് ആളുകൾ ഈ സംഘം ചേരുന്ന പരിപാടികൾ ഇവർക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ചാനലിൽ അല്ലെങ്കിൽ വിളിക്കുകയും പറയുകയും ഒത്തിരി കൂട്ടുകൂടുന്ന ഒരു പ്രവണതയും ഒക്കെ മുതൽ ഇവരുടെ ഇത് കണ്ടിട്ട് ഈ അനിൽകുമാറിനെ പോലൊക്കെയുള്ള ഇരുത്തം വന്ന ചില ആൾക്കാര് ഈ പെന്തക്കോസിലെ ഈ പയ്യന്മാരെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾക്ക് ഒരു ട്രിനിറ്റി ഉണ്ട്. ട്രിനിറ്റിയും അതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപാവരങ്ങളുമായി ബേസ് ചെയ്തതാണ് പെന്തക്കോസ് എന്ന് പറയുന്നത്. ആ പെന്തക്കോസ് നമ്മൾ ഒരു മുസ്ലിമിനെ പേടിച്ചുകൊണ്ട് നമ്മൾ ഈ ഉള്ളവരുമായിട്ടെല്ലാം കൂട്ടുകൂടാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്, അവൻ നമ്മുടെ ഉപദേശമാണോ, അവനെ വേണ്ടവണ്ണം നിലയ്ക്ക് നിർത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ സാധനം നമ്മളിലേക്ക് അവൻ കുത്തിവെക്കും. അതിന്റെ ഒരു ലക്ഷണമാണ് ഇപ്പം അനിൽകുമാർ അയ്യപ്പന്റെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സമയത്ത് മുഹമ്മദ് ഈസായെ ഞാൻ എന്റെ സഹോദരൻ എന്നുള്ള നിലയിൽ അവനെയും വേറൊരു മറ്റേ അനിയനെയും ഒരു മുറിയിലാക്കി അവരുമായി സ്നേഹമായിട്ട് വചനം ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രത്യേക രീതിയിൽ അവരെ ലോക്ക് ചെയ്ത് നിർത്തിയിരുന്ന സമയത്ത് അവരുടെ റംസാന്റെ ഒരു ടൈമിൽ അവരെ മിണ്ടാതെ നടക്കുന്ന സമയത്ത് അവരുടെ ദൈവത്തെ അവരുടെ കാര്യങ്ങളെ വീണ്ടും അവഹേളിച്ചുകൊണ്ട് ആ റംസാന്റെ സമയത്ത് വീണ്ടും പ്രശ്നം ഉണ്ടാക്കി അവരെ കുത്തിപ്പൊക്കി വീണ്ടും അവനെ കൊണ്ട് പ്രതികരിപ്പിക്കേണ്ട ഗതികേട് ഉണ്ടാക്കിയ ആളാണ് അനിൽകുമാർ അയ്യപ്പൻ. എനിക്ക് നല്ലവണ്ണം അറിയാവുന്ന ഒരു പോയിന്റാണ് പറയുന്നത്. എന്നതുപോലെ നമ്മൾ ആരെങ്കിലും ഈ നിർത്തിയെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് പറഞ്ഞ് നിർത്തിയെന്ന് പറഞ്ഞാൽ നിർത്താൻ തയ്യാറല്ലാതെ സ്ഥിരമായി ആരുടെയോ ഭാഗ്യശക്തികളുടെ അല്ലെ ഈ നമ്മൾ ക്രിസംഗി എന്നുള്ള പേരൊക്കെ നമ്മുടെ മേലിൽ വീഴാനുള്ള കാരണം ഇതാ. ഈ സംഘികളാണോ പുള്ളിക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് എന്ന് സംഘികളെ വരെ നമ്മൾ സംശയിക്കത്തക്ക നിലയിൽ അവർ ചെയ്തിട്ടല്ല, അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സ്നേഹബന്ധമോ ചങ്ങാത്തമോ ഉണ്ടെന്ന് കരുതിക്കൊണ്ടോ ആയിരിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ അവിടെ ഒരു വിപ്ലവം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ഉണ്ടാകേണ്ട കാര്യങ്ങൾ. അപ്പൊ എന്റെ കൂടെ ആരോ തല്ലാനുണ്ടെന്നുള്ള ഒരു ഇത് വെച്ചുകൊണ്ടാണോ എന്തിനാണ് ഇങ്ങനെ മറ്റൊരു സമൂഹത്തെ ഇളക്കാനും ചൊറിയാനും വേണ്ടി സ്ഥിരമായി നടക്കുന്നത്? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം, ഡിബേറ്റിന് വിളിക്കാം, സംസാരിക്കാം. അവര് കാണിക്കുന്ന മാതൃകയല്ല നമ്മുടെ രീതിയിൽ സംസാരിക്കാം എന്നിരിക്കെ അവര് പോലും, എനിക്കറിയാവുന്ന കാര്യം, അവര് പോലും അടങ്ങിയിരുന്ന സമയത്ത് അവരെ ഇളക്കാൻ ഇദ്ദേഹത്തിന് വേറെ പണിയില്ലാഞ്ഞിട്ടാണോ, ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു പ്രശസ്തിക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ ഇദ്ദേഹം എന്തോ സംഭവമാണെന്ന് കാണിക്കാനാണോ, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപാവരങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു ഇതിന് അടിമയായിട്ട് പ്രവർത്തിക്കുന്നത്? അപ്പൊ ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചില ചെറുപ്പക്കാരും ഇമോഷണലി ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഓർക്കും ഇദ്ദേഹമൊക്കെ നല്ല കാര്യമാണല്ലോ ചെയ്യുന്നത്. പക്ഷെ ഇദ്ദേഹം വിദൂരമായി ചെയ്യുന്ന നാശവും ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന ചൊറിച്ചിലുകളും അല്ലെ പ്രശ്നങ്ങളും മറ്റുള്ളവർ കാണുന്നില്ല. അപ്പോ വെറുതെ വീട്ടിൽ ഇരിക്കുന്നവനെ കൂടെ ഇളക്കി പ്രതികരിക്കത്തക്ക നിലയിലുള്ള പരിപാടി നമുക്ക് ആവശ്യമുള്ളതല്ല. അവര് നമുക്കെതിരെ വന്നാലും നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാവുന്നിരിക്കെ അവരടങ്ങിയിരിക്കുമ്പോൾ അവന്റെ മണ്ടയ്ക്ക് കൂടെ കയറുന്ന പരിപാടിയാണ് നമ്മുടെ ഇരിക്കുന്നത്. എന്നിട്ട് റൂം ഇടുക, പരിഹസിക്കുക, അപഹസിക്കുക, ഇത്തരം പരിപാടികൾ ചെയ്യുന്ന കുറച്ച് ചെറുകുറുക്കന്മാർ, ഈ മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ എന്ന് പറയുന്നത് പോലെ ചില ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ പെന്തക്കോസ് പാസ്റ്റേഴ്സ് എന്നുള്ള നിലയിൽ നമുക്ക് നിയന്ത്രിച്ചേ കഴിയത്തുള്ളൂ. അനിൽകുമാർ അയ്യപ്പൻ എന്ന ഞാനും അനിൽക്കൊടിത്തോട്ടം പാസ്റ്ററും ഒക്കെ ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് സംഘീബന്ധങ്ങളും ഉണ്ടെന്നും അതുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ ഞങ്ങൾ സംസാരിക്കുന്നതെന്നൊക്കെയാണ് അവിടെ ക്രിസ്ത്യൻ ലോറൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഒരിക്കലും പറയാൻ പാടില്ലാത്തതായൊരു വാചകമാണത്. പഴയ ജീവിതത്തെക്കുറിച്ച് ആരും നമ്മൾ ഇതാകാറില്ല. ഇവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടി എന്നുള്ള നിലയിൽ ആ പഴയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലോ നമ്മളവരെ കാണുന്നത്. ക്രിസ്തുവിലുള്ള ഒരു പുതിയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിന് അത് കാണാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണത്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഒരിക്കലും അത് പറയില്ല. ഇവിടെ ഞങ്ങളിപ്പോൾ ഇന്നിങ്ങനെ ഒരു കാര്യം ഇന്നലെ ഞങ്ങൾ അദ്ദേഹത്തിന് മറുപടി, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റൂമിട്ടതിന് ഒരു കാരണമുണ്ട്. ഈ ഷിബു പീഡിയാക്കൽ എന്ന് പറയുന്ന ആളുണ്ട്. ഈ പുള്ളി എൻ്റെ പേര് പറഞ്ഞ് റൂമിട്ടിട്ടും ഞാനതിനൊരു വിലയും കൊടുത്തിട്ടില്ല. എന്നോട് ചില സഹോദരന്മാർ പറഞ്ഞു മറുപടി പറയണം, ബ്രദറിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് റൂം ഇട്ടിരിക്കുന്നത്, ഇൻസൾട്ട് ചെയ്തിരിക്കുന്നു, ബ്രദർ മറുപടി പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്യാനേ പോയിട്ടില്ല. കാരണം ഷിബു പീഡിയാക്കൽ എന്ന് പറയുന്നൊരു കൾട്ടാണ്. ക്രിസ്ത്യാനികൾ അധികം സ്വാധീനിക്കാനൊന്നും ആ പുള്ളിക്ക് പറ്റുകയില്ല. അതത്രേ ഉള്ളൂ. അത് നമ്മൾ അവഗണിച്ചു വിടാവുന്നതേ ഉള്ളൂ. നമ്മളൊരു മറുപടിയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പുള്ളിക്ക് മൈലേജ് കിട്ടും. പുള്ളി ആ ലെവലിൽ ഇപ്പോൾ നാണമില്ലാത്തവൻ്റെ ആസനത്തിലൊരു ആല് മുളച്ചാൽ അതൊരു തണലാണെന്ന് പറഞ്ഞ് നടക്കുന്ന ടീമുണ്ടല്ലോ, ആ ടൈപ്പ് സാധനമാണത്.
കാര്യമൊന്നുമില്ല. എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ. ഇപ്പോൾ ഈ നമ്മൾ ഈ വഴി കൂടെ പോകുന്ന സമയത്ത് കൊടിച്ചുപട്ടികളൊക്കെ കുറച്ചുകൊണ്ട് വരും, ആരെങ്കിലും മൈൻഡ് ചെയ്യാറുണ്ട്, നമ്മുടെ വാർഡിന് പോകും, അത്രേ ഉള്ളൂ അത്. പക്ഷെ അതുപോലെയല്ല ക്രിസ്ത്യൻ ലോറൻസ്. അദ്ദേഹം ഒരു പാസ്റ്ററാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ കുറച്ച് വിശ്വാസികളെയെങ്കിലും അദ്ദേഹത്തിന് സ്വാധീനിക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം പറയുന്ന ബൈബിളിന് വളരെ വിരുദ്ധമായ കാര്യങ്ങൾ, ഈ അപ്പോളജറ്റിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല, അപ്പോളജിസ്റ്റുകൾ ഒരു ബാധ്യതയാണ് സഭയ്ക്ക് എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുമ്പോൾ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ അദ്ദേഹത്തിന് മറുപടിയായിട്ട് ഒരു റൂം ഇട്ടത്. അതിൽ നടന്ന ചർച്ചയുടെ അനന്തരഫലമായിട്ടാണ് ഇന്ന്, കാരണം ഇത് ജിഹാദികളാണ് ഇതിൻ്റെ പുറകിൽ. ജിഹാദികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ പരസ്പരം അടിച്ചു കഴിഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളിങ്ങനെ റൂമിട്ട് കളിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് അത്രയും നാൾ സുരക്ഷിതനായിട്ടിരിക്കും, അള്ളാഹു സുരക്ഷിതനായിരിക്കും, ഖുർആനും സുരക്ഷിതമായിരിക്കും. ഈ ചിന്തയാണ് അവർക്ക്. ഒരു ദിവസം ഞങ്ങൾ റൂം ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും ആശ്വാസം, വെടിവെള്ളമുണ്ടല്ലോ അത്രയും, ആ ഒരു ചിന്തയാണ് അവർക്ക്. അപ്പോൾ അത് നമ്മൾ സമ്മതിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. ഇവിടെ ഞങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും മുഹമ്മദിനും അള്ളാഹുവിനും ഖുർആനും നേരെയൊക്കെ വരേണ്ട വെടി അതങ്ങനെ കൃത്യമായിട്ട് ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ജിഹാദികളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണിത്. ഞങ്ങളുടെ കൂടെ ഉള്ള ആളുകളെ ഞങ്ങൾക്കെതിരെ തിരിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ അനന്തരഫലം ഏത് വിധത്തിലായിരിക്കുമെന്ന് ജിഹാദികളൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ റൂം ഇട്ടത്. ഈ സ്പേസ് ഷട്ടിലില്ലാതെ സ്പേസിൽ പോയ മുഹമ്മദ് എന്ന ക്യാപ്ഷൻ കണ്ടപ്പോൾ പലരും വിചാരിച്ചത് ഈ അള്ളാഹുവും മുഹമ്മദും ഒക്കെ ഇപ്പോൾ ഏത് നേരവും എയറിലാണല്ലോ, അള്ളാഹു ഓൾറെഡി സ്പേസിലാണ്, മുഹമ്മദാണെങ്കിൽ എയറിലുമാണ്, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോകുന്നതെന്ന്. പക്ഷെ അതല്ല കേട്ടോ, ഞങ്ങളങ്ങനെ പരിഹസിക്കാനോ കളിയാക്കാനോ ഒന്നുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഈ സ്പേസ് ഷട്ടിലൊന്നും ഇല്ലാതെ മുഹമ്മദ് സ്പേസിൽ പോയ കാര്യം പറയുന്നുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കാമെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഇത് പരിഹാസമൊന്നുമല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഈ മുഹമ്മദ് സ്പേസിൽ പോയ ഈ കാര്യം അത് നമ്മൾ ഹദീസുകളിൽ കാണുന്നുണ്ട്. ഞാൻ ആ ഹദീസ് ഒന്ന് വായിക്കാം, ഇത്തിരി ദീർഘമായ ഹദീസാണ്, വായിക്കാം. മാലിക് ഇബ്നു സാ പറയുന്നു, തന്നെ കൊണ്ടുപോയ രാത്രിയെപ്പറ്റി വിവരിച്ചുകൊണ്ട് തിരുമേനി അനുചരന്മാരോട് ഇങ്ങനെ അരുളി: ഒരിക്കൽ ഞാൻ കാബയിലെ ഹത്തീമിൽ കിടക്കുകയായിരുന്നു. ഒരാൾ എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ ഇത് മുതൽ ഇതുവരേക്കും കീറി, നെഞ്ച് മുതൽ പൊക്കിളിൻ്റെ താഴ്ഭാഗം വരേക്കും എന്നാണ് ഉദ്ദേശം. എന്നിട്ട് എൻ്റെ ഹൃദയം പുറത്തെടുത്തു. പിന്നീട് ഈമാൻ നിറച്ച ഒരു സ്വർണ്ണത്തളിക കൊണ്ടുവന്ന് ഹൃദയം കഴുകി അതിൽ ഈമാൻ നിറച്ച് പൂർവ്വസ്ഥാനത്ത് തന്നെ വെച്ചു. ആലോചിച്ച് നോക്കണം, ലോകത്തിലെ ആദ്യത്തെ ഹൃദയ ശസ്ത്രക്രിയയാണ് കേട്ടോ ഇത്. ഓപ്പൺ ഹാർട്ട് സർജറിയാണ് നമ്മളിപ്പോൾ ഈ വായിച്ച് കേട്ടത്. 1400 കൊല്ലം മുമ്പ് നടന്നതാണ്. അനന്തരം കോവർ കഴുതയേക്കാൾ ചെറുതും കഴുതയേക്കാൾ വലുതുമായ ഒരു വെളുത്ത മൃഗത്തെ കൊണ്ടുവന്നു. റാവി പറയുന്നു, അത് ബുറാക്കാണ്. അതിൻ്റെ കണ്ണെത്തുന്ന ദൂരം വരേക്കും കാലുമെത്തും. എന്നിട്ട് അതിന്മേൽ കയറ്റി ജിബ്രീൽ യാത്രയായി. ആ മൃഗത്തിൻ്റെ വലുപ്പം നിങ്ങൾ നോക്കണം, കോവർ കഴുതയേക്കാളും ചെറുതും എന്നാൽ കഴുതയേക്കാൾ വലുതുമായൊരു വെളുത്ത മൃഗം, അതിൻ്റെ കണ്ണെത്തുന്ന ദൂരം വരേക്കും കാലുമെത്തും. എന്നാൽ അതിന്മേൽ കയറ്റി ജിബ്രീൽ യാത്രയായി. ഏറ്റവും താഴത്തെ ആകാശത്തിങ്കൽ ചെന്നു വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. ഇതാര്? അവിടെ നിന്നും ചോദിച്ചു. ജിബ്രീലാണ് എന്ന് മറുപടി കൊടുത്തു. താങ്കളുടെ കൂടെ ആരാണ്? വീണ്ടും ചോദിച്ചു. മുഹമ്മദാണിത് എന്ന് മറുപടി കൊടുത്തു. അദ്ദേഹത്തെ വിളിക്കാൻ അയച്ചിരുന്നോ? വീണ്ടും ചോദിച്ചു. അതെ എന്ന് മറുപടി. അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിന് സ്വാഗതം, വരവ് വളരെ നന്നായിരിക്കുന്നു. അദ്ദേഹം വന്ന് വാതിൽ തുറന്ന് കടന്നു ചെന്നപ്പോൾ അതാ ആദാം. ജിബ്രീൽ പറഞ്ഞു, ഇത് താങ്കളുടെ പിതാവ് ആദമാണ്, സലാം പറഞ്ഞാലും. ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. അദ്ദേഹം സലാം അടക്കിയതിന് ശേഷം പറഞ്ഞു, ഉത്തമ പുത്രനും ഉത്കൃഷ്ട പ്രവാചകനും സ്വാഗതം. മുഹമ്മദിനെയൊക്കെ ഉത്കൃഷ്ടനെന്ന് വിളിക്കണമെങ്കിൽ ആ ആദമിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ എന്നെയും കൊണ്ട് ജിബ്രീൽ മേലോട്ട് കയറി 2ാം ആകാശത്തെത്തി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. ഇതാര്? ജിബ്രീലാണെന്ന് മറുപടി നൽകി. താങ്കളുടെ കൂടെ ആരാണ്? ഇത് മുഹമ്മദാണെന്ന മറുപടി. അദ്ദേഹത്തെ വിളിക്കാൻ അയച്ചിരുന്നോ? വീണ്ടും ചോദ്യം. അതേ എന്ന് മറുപടി. അദ്ദേഹത്തിന് സ്വാഗതം, വരവ് വളരെ നന്നായിരിക്കുന്നു. അദ്ദേഹം വാതിൽ തുറന്നു. അങ്ങോട്ട് കടന്നപ്പോഴതാ അവിടെ യാഹിയായും ഈസായും. അവർ 2 സഹോദരീപുത്രന്മാരാണ്. ഇത് യാഹിയും ഈസായുമാണ്. അവർക്ക് സലാം പറഞ്ഞാലും. ജിബ്രീൽ പറഞ്ഞു, ഞാൻ സലാം പറഞ്ഞു. എൻ്റെ സലാമിന് മറുപടി കിട്ടി. പിന്നീട് അവർ പറഞ്ഞു, ഉത്തമ സഹോദരനും ഉത്കൃഷ്ട പ്രവാചകനും സ്വാഗതം. കൊള്ളാം. ഇതൊക്കെ ചിന്തിച്ചു നോക്കണം. ബൈബിളിലെ യേശുവും അതുപോലെ യോഹൻ, ഇവർ യഹിയ എന്ന് പറയുന്ന യോഹന്നാനാണ്, സ്നാപക യോഹന്നാൻ. യോഹന്നാനും ഒക്കെ ഈ മുഹമ്മദിനെ പോലെ ഒരാൾ ഉത്കൃഷ്ട പ്രവാചകൻ എന്ന് വിളിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇത് വേറെ, ഇവരുടെ ഈസ വേറെയാണ്, ഇവരുടെ യാഹിയ വേറെ. നമ്മുടെ ബൈബിളിലുള്ള യേശു ക്രിസ്തുവായിട്ടോ യോഹന്നാ സ്നാപകനായിട്ടൊന്നും ഒരു ബന്ധമില്ല ഈ കഥാപാത്രങ്ങൾക്ക്. അനന്തരം എന്നെയും കൊണ്ട് 3ാം ആകാശത്തേക്ക് ജിബ്രീൽ കയറി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. ആരാണിത് എന്ന് അവിടെ നിന്നും ചോദിച്ചു.
ജിബ്രീലാണെന്ന് മറുപടി. താങ്കളുടെ കൂടെ ആരെന്ന് വീണ്ടും. മുഹമ്മദ് ആണെന്ന് മറുപടി. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആളെ അയച്ചിരുന്നോ? വീണ്ടും ചോദിച്ചു. അതെ എന്ന് ജിബ്രീൽ മറുപടി പറഞ്ഞു. ഉടനെ പറഞ്ഞു, അദ്ദേഹത്തിന് സ്വാഗതം, വരവ് വളരെ നന്നായിരിക്കുന്നു. വാതിൽ തുറന്നു. ഞാൻ കടന്നപ്പോഴതാ യൂസുഫ്. ഇത് യൂസുഫാണ്, സലാം പറഞ്ഞാലും. ജിബ്രീൽ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. അദ്ദേഹം അതിന് മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു, ഉത്തമ സഹോദരനും ഉത്കൃഷ്ട പ്രവാചകനും സ്വാഗതം. ഇതും പഴയതുപോലെ തന്നെ ഈ യൂസുഫ് ബൈബിളിലെ യോസേഫ് അല്ലാന്ന് ഈ ഒരൊറ്റ വാചകത്തിൽ നിന്ന് മനസ്സിലാവും. മുഹമ്മദിനെ പോലെ ഒരാളെ ഉത്കൃഷ്ട പ്രവാചകൻ എന്നൊക്കെ വിളിക്കുന്നെങ്കിൽ തീർച്ചയായും യോസേഫൊക്കെ വേറൊരു ഗണത്തിൽപ്പെട്ടതാണ്. ഈ യൂസുഫ് ബൈബിളിലെ യോസേഫുമായിട്ട് ബന്ധമുള്ളതല്ല. അനന്തരം എന്നെയും കൊണ്ട് 4-ാം ആകാശത്തേക്ക് കയറി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. ഇതാര്? അവിടെ നിന്നും ചോദിച്ചു. ജിബ്രീലാണെന്ന് മറുപടി. അദ്ദേഹത്തെ ക്ഷണിക്കാൻ അയച്ചിരുന്നോ? ചോദ്യം. അതെ എന്ന് മറുപടി. അവിടെ നിന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് സ്വാഗതം, എത്ര നല്ല വരവ്. വാതിൽ തുറന്ന് ഞാൻ കടന്നപ്പോഴതാ അവിടെയുണ്ട് ഇദ്രീസ്. ഇത് ഇദ്രീസാണ്, സലാം പറഞ്ഞാലും എന്ന് ജിബ്രീൽ പറഞ്ഞു. ഞാൻ സലാം പറഞ്ഞു. അദ്ദേഹം മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു, ഉത്തമ സഹോദരനും ഉത്കൃഷ്ട പ്രവാചകനും സ്വാഗതം. അനന്തരം എന്നെയും കൊണ്ട് 5-ാം ആകാശത്തേക്ക് കയറി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. ഇതാരെന്ന് അവിടെ നിന്ന് ചോദിച്ചു. ജിബ്രീലാണെന്ന് മറുപടി. കൂടെ ആരാണ്? വീണ്ടും ചോദിച്ചു. മുഹമ്മദ് എന്ന് മറുപടി. അദ്ദേഹത്തെ ക്ഷണിക്കാൻ ആളെ അയച്ചിരുന്നോ? അതെ എന്ന് മറുപടി. അവിടെ നിന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് സ്വാഗതം, എത്ര നല്ല വരവ്. ഞാൻ അങ്ങോട്ട് കടന്നപ്പോൾ അതാ അവിടെ ഹാരൂൺ. ഇത് ഹാരൂണാണ്, സലാം പറഞ്ഞാലും എന്ന് ജിബ്രീൽ പറഞ്ഞു. ഞാൻ സലാം പറഞ്ഞു. അദ്ദേഹം അതിന് മറുപടി നൽകിയ ശേഷം പറഞ്ഞു, ഉത്തമ സഹോദരനും ഉത്കൃഷ്ട പ്രവാചകനും സ്വാഗതം. പിന്നീട് 6-ാം ആകാശത്തേക്ക് എന്നെയും കൊണ്ടുപോയി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. ഇതാരാണ്? ജിബ്രീലാണെന്ന് മറുപടി. താങ്കളുടെ കൂടെ ആര്? വീണ്ടും ചോദ്യം. മുഹമ്മദ് എന്ന് മറുപടി. അവിടെ നിന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് സ്വാഗതം, എത്ര നല്ല വരവ്. ഞാൻ അങ്ങോട്ട് കടന്നപ്പോഴതാ അവിടെ മൂസ. ഇത് മൂസായാണ്, സലാം പറഞ്ഞാലും എന്ന് ജിബ്രീൽ പറഞ്ഞു. ഞാൻ സലാം പറഞ്ഞു. അദ്ദേഹം മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു, ഉത്തമ സഹോദരനും ഉത്കൃഷ്ട പ്രവാചകനും സ്വാഗതം. ഞാൻ കടന്നുപോയപ്പോൾ അദ്ദേഹം കരഞ്ഞു. താങ്കൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശേഷം പ്രവാചകനായി വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സമുദായത്തിൽ നിന്നും എൻ്റെ സമുദായത്തിലേതിനേക്കാൾ അധികം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കളയുമല്ലോ എന്നോർത്താണ് ഞാൻ കരയുന്നത്. പിന്നെ 7-ാം ആകാശത്തേക്ക് കയറി ജിബ്രീൽ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. ആരാണിത്? ജിബ്രീലാണെന്ന് മറുപടി. താങ്കളുടെ കൂടെ ആര്? ചോദ്യം. മുഹമ്മദ്. മറുപടി. അദ്ദേഹത്തെ ക്ഷണിക്കാൻ ആളെ അയച്ചിരുന്നോ? ചോദ്യം. അതെ എന്ന് മറുപടി. അവിടെ നിന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് സ്വാഗതം, എത്ര നല്ല വരവ്. ഞാൻ അങ്ങോട്ട് കടന്നപ്പോഴതാ അവിടെ ഇബ്രാഹിം. ഇത് താങ്കളുടെ പിതാവ് ഇബ്രാഹിമാണ്, സലാം പറഞ്ഞാലും എന്ന് ജിബ്രീൽ പറഞ്ഞു. സലാം പറഞ്ഞു. അദ്ദേഹം അതിന് മറുപടി നൽകിയിട്ട് പറഞ്ഞു, ഉത്തമ സഹോദരനും ഉത്കൃഷ്ട പ്രവാചകനും സ്വാഗതം. പിന്നീട് എന്നെ സിദ്റത്തുൽ മുൻതഹയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. അപ്പോഴതാ അതിൻ്റെ കായ്കൾ ഹജറിലെ കുന്നുകൾ പോലെയുണ്ട്, ഇലകൾ ആനച്ചെവി പോലെയും. ഇതാണ് സിദ്റത്തുൽ മുൻതഹ, ജിബ്രീൽ പറഞ്ഞു. പിന്നീട് അതാ അവിടെ 4 നദികൾ, 2 പ്രത്യക്ഷത്തിൽ ഒഴുകുന്നവയും മറ്റ് 2 അപ്രത്യക്ഷത്തിൽ ഒഴുകുന്നവയും. ജിബ്രീൽ, ഇതെന്താണ്? ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ആന്തരമായി ഒഴുകുന്നവ സ്വർഗത്തിലെ നദികളാണ്. പ്രത്യക്ഷത്തിൽ ഒഴുകുന്ന നദികളോ നൈൽ നദിയും യൂഫ്രട്ടീസ് നദിയും. പിന്നീട് എന്നെ ബൈത്തുൽ മൗമൂറിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. അതിൽ ഓരോ ദിവസവും 70,000 മലക്കുകൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അനന്തരം എൻ്റെ അടുക്കൽ മദ്യവും പാലും തേനും നിറച്ച ഓരോ പാത്രം കൊണ്ടുവന്നു. ഞാൻ പാൽപാത്രം എടുത്തു. ജിബ്രീൽ പറഞ്ഞു, അതാണ് താങ്കളും താങ്കളുടെ സമുദായവും നിലകൊള്ളുന്ന ശുദ്ധ പ്രകൃതി. പിന്നീട് എനിക്ക് നമസ്കാരം നിർബന്ധമാക്കി, ദിവസത്തിൽ 50 നേരത്തെ നമസ്കാരം. ഞാൻ മടങ്ങി മൂസയുടെ അടുത്തുകൂടെ പോകുമ്പോൾ അദ്ദേഹം ചോദിച്ചു, താങ്കളോട് എന്താണ് കൽപ്പിച്ചത്? ഞാൻ പറഞ്ഞു, ദിവസത്തിൽ 50 നേരത്തെ നമസ്കാരം എന്നോട് കൽപ്പിച്ചു. മൂസ പറഞ്ഞു, ഒരു ദിവസം 50 നേരം നമസ്കരിക്കാൻ താങ്കളുടെ സമുദായത്തെ കൊണ്ടാവില്ല. അല്ലാഹു ആണ്, താങ്കൾക്ക് മുൻപ് ജനങ്ങളെ ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. ഇസ്രായേല്യരെ വളരെ ശക്തിയോടെ നിയന്ത്രിച്ച് ഭരിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. താങ്കളുടെ നാഥൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെന്ന് താങ്കളുടെ സമുദായത്തിനു വേണ്ടി നമസ്കാര ബാധ്യത കുറെ കൂടി ലഘൂകരിച്ച് തരുവാൻ ആവശ്യപ്പെടുക. ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ എനിക്ക് ആദ്യം 5 പിന്നീട് 5 10 നമസ്കാരം ഒഴിവാക്കി തന്നു. വീണ്ടും ഞാൻ മൂസയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെന്നു. അപ്പോഴും അദ്ദേഹം പഴയ മറുപടി പറഞ്ഞു. വീണ്ടും ഞാൻ അല്ലാഹുവിങ്കിലേക്ക് മടങ്ങിപ്പോയി. ആദ്യം 5 പിന്നീട് 5 10 നമസ്കാരം അപ്പോഴും ഒഴിവാക്കി തന്നു. പിന്നെയും മൂസയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം പഴയപടി പറഞ്ഞു. വീണ്ടും ഞാൻ മടങ്ങി. അപ്പോഴും ആദ്യം 5 പിന്നീട് 5 10 നമസ്കാരം ഒഴിവാക്കി. അവസാനം ഒരു ദിവസത്തെ 10 നമസ്കാരം എന്നോട് കൽപ്പിച്ചു. ഞാൻ മടങ്ങി ചെന്നപ്പോൾ മൂസ ആദ്യത്തേത് തന്നെ ആവർത്തിച്ചു. ഞാൻ വീണ്ടും പോയി. അപ്പോൾ 5 നേരത്തെ നമസ്കാരം അല്ലാഹു എന്നോട് കൽപ്പിച്ചു. പിന്നെയും മൂസയുടെ അടുത്തേക്ക് ചെന്നു. താങ്കളോട് എന്ത് കൽപ്പിച്ചു എന്ന് അദ്ദേഹം ചോദിച്ചു. എല്ലാ ദിവസവും 5 നേരത്തെ നമസ്കാരം എന്നോട് കൽപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു.
മൂസ പറഞ്ഞു, താങ്കളുടെ സമുദായത്തിന് ഒരു ദിവസം 5 നേരം നമസ്കരിക്കുവാൻ കഴിയില്ല. താങ്കൾക്ക് മുമ്പ് ജനങ്ങളെ ഞാൻ പരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിയരെ വളരെ ശക്തിയോടെ നിയന്ത്രിച്ച് ഭരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു നോക്കി. താങ്കളുടെ നാഥങ്കലേക്ക് മടങ്ങിച്ചെന്ന് താങ്കളുടെ സമുദായത്തിന് വേണ്ടി അവരുടെ നമസ്കാരം ലഘൂകരിച്ച് കിട്ടുവാൻ ആവശ്യപ്പെടുക. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ നാഥനോട് പലവട്ടം ചോദിച്ചു. ഇപ്പോൾ എനിക്ക് നാണം തോന്നുന്നു. അതുകൊണ്ട് ഇത് ഞാൻ തൃപ്തിപ്പെട്ട് സമ്മതിച്ചിരിക്കുന്നു. തിരുമേനി അരുളി, ഞാൻ അവിടം വിട്ടുകടന്നപ്പോൾ ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാൻ നിശ്ചയിച്ച ചുമതല ഞാനിതാ നടപ്പിൽ വരുത്തി കഴിഞ്ഞു. എൻ്റെ ദാസന്മാരുടെ നടപടി ഞാൻ ലഘൂകരിക്കുകയും ചെയ്തിരിക്കുന്നു. സഹീഹുൽ ബുഖാരി അധ്യായം 61 ഹദീസ് നമ്പർ 1545. അപ്പോൾ ഇതാണ് ഈ സ്പേസ് ഷട്ടിലില്ലാതെ മുഹമ്മദ് സ്പേസിൽ പോയ കഥ. ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. ഇത് ബുഖാരി എന്നുള്ളതാണ്. സ്വഹീഹ് ബുഖാരി അധ്യായം 61 ഹദീസ് നമ്പർ 1545 എന്ന് പറയുന്നത് മലയാള പരിഭാഷയാണ് CN അഹമ്മദ് മൗലവിയുടെ. ഇനി വേറെ ഹദീസുകളുണ്ട്. ഇത് ഇത്രയും ദീർഘമായ ഹദീസ് ആയതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഹദീസ് എടുത്തില്ല. അതിലൊക്കെ നോക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ നേരെ പോവുകയല്ല. ഇവിടെ മുഹമ്മദിൻ്റെ അവിടെ നിന്ന് നേരെ പോയത് ഇവിടേക്ക് ജെറുസലേമിലേക്കാണ്. ജെറുസലേമിൽ ചെന്ന് അവിടുത്തെ ഈ മസ്ജിദുൽ അക്സയിൽ കയറി അവിടെ 2 റക്അത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. നല്ല രസമാണ്. അവിടെ ഈ കോവർ കഴുതാനൊക്കെ ബുറാക്കിനെ കെട്ടിയിടുന്നുണ്ട്. ബുറാക്കിനെ അവിടെ അതിൽ കെട്ടി പള്ളിക്കകത്ത് കയറി നിസ്കാരം കഴിച്ച് പുള്ളി തിരിച്ചു വന്ന് ബുറാക്കിൻ്റെ പുറത്ത് കയറിയാണ് പിന്നെ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ രസം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ പറയുന്ന സമയത്ത് അവിടെ യെരുസലേമിൽ പള്ളിയൊന്നുമില്ല. AD 70 റോമാക്കാർ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന് വരെ യഹൂദന്മാരവിടെ ആലയം പണിതിട്ടില്ല. അപ്പോൾ ഇല്ലാത്ത പള്ളിയിലാണ് ഇദ്ദേഹം പോയി ഇത് എന്ന് പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ പറയും അതൊന്നുമല്ല, അത് പിൽക്കാലത്താണ്. യേശുക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ടെമ്പിളല്ല. മസ്ജിദുൽ അക്സ എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അതാണെന്ന്. അത് പിൽക്കാലത്ത് പിടിച്ചാണ്. മുഹമ്മദൊക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ജെറുസലേം മുസ്ലിങ്ങൾ കീഴടക്കുന്നതും അവിടെ പള്ളി പണിയൊക്കെ ചെയ്യുന്നത്. എന്തായാലും മുഹമ്മദിൻ്റെ കാലത്ത് അങ്ങനെ ഒരു പള്ളിയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ഫേസ്ബുക്കിൽ ചർച്ചയ്ക്ക് വെച്ചപ്പോൾ ഉണ്ടായ രസം, ഈ ഞാൻ പറഞ്ഞില്ലേ, ഇസ്ലാമിസ്റ്റുകൾക്ക് വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ രക്ഷിക്കാൻ വേണ്ടി വരുന്ന കുറേ എണ്ണമുണ്ട്. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമായതുകൊണ്ട് അപ്പോൾ രക്ഷിക്കാൻ ഓടി വരുന്ന കുറേ നാസ്തിക സിംഗങ്ങളുണ്ട്. അവർ വന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ചോദ്യം ചെയ്യാൻ നിൽക്കും. ഇത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത്? നിങ്ങളുടെ ബൈബിളിനകത്ത് കുറേ അത്ഭുതങ്ങളുണ്ടല്ലോ. ഇപ്പോൾ മോശ ചെങ്കടൽ പിളർന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു കടൽ അങ്ങനെ തേങ്ങ് പിളർത്തുക എന്നൊക്കെ പറയുന്നത്, അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെന്താണ് ആകാശത്തേക്ക് പോകുന്നത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ യേശുക്രിസ്തു ഉയർന്നു പോയതായിട്ട് ആകാശത്തേക്ക് പോയതായിട്ട് ബൈബിളിൽ പറയുന്നില്ലേ? അതൊക്കെ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എന്താ മുഹമ്മദ് പോയത് വിശ്വസിക്കാൻ എത്ര ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. ഇവരുടെ കാര്യം കോമഡിയാണ്. ഈ നിരീശ്വരവാദികൾ മാത്രമല്ല, ചില ക്രിസ്ത്യാനികളുണ്ട് ഇതേപോലെ തന്നെ. ഈ പറയുന്ന വാദം എന്താണെന്ന് മനസ്സിലാക്കാറില്ല. ലോജിക്ക് എന്താണ്, ലോജിക്കൽ ഫാലസി എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ചർച്ചയിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ക്രിസ്ത്യാനികളാണോ നാസ്തികരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആരാണെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷേ നല്ലൊരു രസമാണ്. അവർ പറയുന്ന ലോജിക്കൽ ഫാലസി എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. നമുക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ, ബൈബിളിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ഞാൻ ആ ആരോപണത്തിന് മറുപടി ബൈബിളിൽ നിന്ന് പറഞ്ഞപ്പോൾ ഇവർ സമ്മതിക്കുന്നില്ല. ഇവന്മാർ പറയുന്നത് ഇത് ലോജിക്കൽ ഫാലസിയാണ്, സർക്കുലർ ഫാലസി എന്ന് പറയും. നിങ്ങൾ ഒരു പുസ്തകത്തിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് തന്നെ മറുപടി പറയുന്നത് സർക്കുലർ ഫാലസിയാണെന്ന് പറഞ്ഞിട്ട്, സർക്കുലർ റീസണിങ് എന്ന് പറയാനുള്ള അറിവ് പോലും ഇല്ല. സർക്കുലർ ഫാലസിയാണെന്നൊക്കെ പറഞ്ഞാൽ വന്നത്. അപ്പോൾ സംഭവം എന്താണ്? ഒരു പുസ്തകത്തിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് മറുപടി പറയുന്നതല്ല സർക്കുലർ റീസണിങ് എന്ന് പറയുന്നത്. സർക്കുലർ റീസണിങ് എന്ന് പറയുന്നത് വേറെയാണ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഞാനത് പറഞ്ഞുതരാം. അള്ളാഹു പറയാണ് മുഹമ്മദ് എൻ്റെ പ്രവാചകനാണ്. മുഹമ്മദ് പറയാണ് ഖുറാൻ അള്ളാഹുവിൻ്റെ ദൈവമാണ്, ഖുറാൻ അള്ളാഹുവിൻ്റെ വചനമാണ്. ഖുറാൻ പറയുകയാണ് അള്ളാഹുവാണ് ദൈവം. അള്ളാഹു പറയുന്നു മുഹമ്മദ് എൻ്റെ പ്രവാചകനാണ്. മുഹമ്മദ് പറയുന്നു ഖുറാൻ അള്ളാഹുവിൻ്റെ വചനം. ഇതാണ് സർക്കുലർ റീസണിങ് എന്ന് പറയുന്നത്. വേറെ എക്സ്റ്റേണൽ എവിഡൻസ് ഒന്നുമില്ല. ഇതിനകത്ത് കിടന്ന് കറങ്ങുകയാണത്. വീട് എവിടെയാണ്? ആ പഞ്ചായത്ത് കിണറിൻ്റെ മുമ്പിലാണ്. പഞ്ചായത്ത് കിണർ എവിടെയാണ്? അതെൻ്റെ വീടിൻ്റെ മുമ്പിൽ. ഈ വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലൊക്കേഷൻ അറിയാൻ പറ്റുന്നത്? അതാണ് സർക്കുലർ റീസണിങ് എന്നൊക്കെ പറയുന്നത്. അതല്ലാതെ ഒരു പുസ്തകത്തിനെതിരെ ആരോപണം വരുമ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് മറുപടി പറയുന്നത് സർക്കുലർ റീസണിങ് അല്ല. ഇപ്പോൾ ഇവരുടെ വാദം വെച്ച് കമ്മ്യൂണിസത്തിനെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്നോ അല്ലെങ്കിൽ ദസ് ക്യാപിറ്റലിൽ നിന്നോ മറുപടി പറയാൻ പാടില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഇതിനെ സംബന്ധിച്ച് ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിൻ്റെ ബേസിക് ഗ്രന്ഥങ്ങളിൽ നിന്ന് ആരോപണം മറുപടി പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ വാദം അനുസരിച്ച് സർക്കുലർ റീസണിങ്ങിൽ വരുന്നതാണല്ലോ. അപ്പോൾ ഇതെന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഒരു വിഷയത്തിനെതിരെ ആരോപണം വരുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് ആ പുസ്തകം അതിനെക്കുറിച്ച് എന്ത് മറുപടി പറയുന്നു, നമ്മൾ പറയുന്ന ആരോപണം വസ്തുനിഷ്ഠമാണോ അല്ലയോ, അതാണ് വേണ്ടത്.
അപ്പോൾ നമ്മൾ ആ പുസ്തകത്തിൽ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. പിന്നെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞ മറുപടി ചരിത്രത്തിലുള്ള സംഗതികളുമായി നിരക്കുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കിയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് കളവാണെന്ന് പറയാം. അല്ലാതെ ഇതിൽ നിന്ന് മറുപടി പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ലോജിക്കൽ ഫാലസിയാണ്. അപ്പോൾ ഇത് നിരീശ്വരവാദികളൊക്കെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് പറയാറുള്ള ഒരു സംഭവമാണിത്. ഈ മുഹമ്മദ് ഏറി കയറിയ കാര്യം പറയും, സ്പേസിൽ പോയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലെ ഈ കാര്യം കൊണ്ടുവരും. അപ്പോൾ ഇവന്മാരെല്ലാം ഈ ലോജിക്കൽ ഫാലസിയുടെ ഉസ്താദുമാരായതുകൊണ്ടാണ് ഇങ്ങനെ ഇതും കൊണ്ട് പറഞ്ഞു വരുന്നത്. ഈ ബൈബിളിലത്തെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ബൈബിളിൽ നമ്മൾ നോക്കിയാൽ ഈ മോശ ചെങ്കടൽ പിളർത്തിയെന്ന് പറയുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ജനക്കൂട്ടമാണ് അതിന് സാക്ഷി. 6 ലക്ഷം പുരുഷന്മാർ, ഇസ്രായേലി പുരുഷന്മാർ മാത്രം 6 ലക്ഷം, അവരുടെ ഭാര്യമാർ ഒരു 6 ലക്ഷം കൂട്ടുകയാണെങ്കിൽ അപ്പോൾ 12 ലക്ഷമായി. അവരുടെ മക്കൾ, ഇന്നത്തെ പോലെ നമുക്കൊന്നും അല്ലല്ലോ, അന്ന് 10-12 മക്കളൊക്കെ ഉള്ളതാണ്. അപ്പോൾ മക്കളെന്ന് പറയുമ്പോൾ 20 വയസ്സിൽ താഴെ പ്രായമുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത്, ബൈബിൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോണ്ട് പിന്നെ അതല്ലാണ്ട് ഒരു സമ്മിശ്ര ജാതി പുരുഷാരം, അതായത് ഈജിപ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു സാമ്രാജ്യമാണ്. ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ പല രാജ്യങ്ങളെ ആക്രമിക്കുകയും അവിടെയുള്ള ജനങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പിരമിഡ് പണിയാൻ വേണ്ടി അതിന് ഇഷ്ടിക ഉണ്ടാക്കണമല്ലോ. അപ്പോൾ പിന്നെ കല്ലുകളും മറ്റും പണി അതിനൊക്കെ വേണ്ടി അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ച ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇവരെല്ലാം ഈ സമ്മിശ്ര ജാതി പുരുഷാരവും ഇവരോട് കൂടെ പോകുന്നുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ലക്ഷക്കണക്കിന് വരുന്ന ജനക്കൂട്ടത്തിൻ്റെ മുമ്പാകെ വെച്ചിട്ടാണ് ഈ ഒരു സംഗതി ഇത് പിളർത്തുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. പക്ഷേ ഈ ബുറാക്കിൻ്റെ പുറത്ത് കയറി മുഹമ്മദ് 7-ാം ആകാശം വരെ പോയി വന്നത്, 7-ാം ആകാശം വരെ പോയി വന്നതിന് വല്ല സാക്ഷികളുണ്ടോ? ഇല്ല. മുഹമ്മദ് കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഈ സംഭവം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പോയി തിരിച്ചിവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു സാക്ഷി ഇല്ല അതിന്. അതല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കാര്യം, യേശുക്രിസ്തു മുകളിലേക്ക് പോയി കാര്യം പറയുമ്പോൾ ശിഷ്യന്മാർ കാണുക മുകളിലേക്ക് പോയി എന്ന് പറയുന്നത്, ശിഷ്യന്മാരുണ്ട്, അതിന് ദൃക്സാക്ഷികളായ ശിഷ്യന്മാരുണ്ട്. അതൊക്കെ കണ്ടതിൻ്റെ ധൈര്യത്തിലാണ് അവർ പിന്നീട് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അതേ നാട്ടിൽ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച, യേശുക്രിസ്തുവിനെ കൊന്ന ആളുകളുടെ മുമ്പാകെ അവർ യേശുക്രിസ്തുവിനെ അതിധൈര്യത്തോടെ പ്രസ്താവിക്കുന്നതിൻ്റെ കാരണം മരിച്ച യേശുക്രിസ്തുവിനെ അവർ വീണ്ടും കണ്ടു, അവരോട് കൂടെ നടന്നു, അവരെ ഉപദേശിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ കാണുക സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതൊക്കെ കണ്ടതിൻ്റെ ധൈര്യത്തിലും ബലത്തിലുമാണ് അവർ അവിടെ പ്രസംഗിക്കുന്നത്. അതുപോലെയല്ല ഇത്. ഈ കഥ മുഹമ്മദ് പിറ്റേ ദിവസം പറഞ്ഞ സമയത്ത് പല മുസ്ലിങ്ങളും ആകാശയാത്രയുടെ കഥ വിശ്വസിച്ചില്ല. അത് മുഹമ്മദ് സ്വപ്നം കണ്ടായിരിക്കുമെന്ന് അവർ പറഞ്ഞത്. മുഹമ്മദിൻ്റെ ഭാര്യ ആയിരുന്ന ആയിഷ പോലും ഇത് വിശ്വസിക്കുന്നില്ല. പിന്നീടാണ് ആയത്തായിട്ട് വരുന്നത്, സൂറ 17 ആയത്തായിട്ട് വരികയാണ്, മസ്ജിദുൽ അക്സയുടെ പരിസരം എത്ര അനുഗ്രഹീതമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആയത്തായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അള്ളാഹു തന്നെ അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയപ്പോൾ ഇത് അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നത് മുഹമ്മദ് പറയുകയാണ്. മനസ്സിലായ? അല്ലാണ്ട് വേറെ പുറമേ ആരും വന്ന് പറയുന്നതൊന്നുമല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പല മുസ്ലിങ്ങളും ഈ കാര്യം വിശ്വസിക്കുന്നത് തന്നെ. ഇനി നമ്മൾ ഈ ആകാശയാത്രയെക്കുറിച്ചുള്ള മുഹമ്മദിൻ്റെ ആകാശയാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ വേറെ പല ഹദീസുകൾക്ക് എതിരാണ് അതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്തരം ഹദീസുകൾ വേറെ ഉണ്ട്. ഞാൻ എല്ലാവരും ഇവിടെ സംസാരിക്കുന്നില്ല, ചിലത് മാത്രമേ ഞാൻ പറയാം. ഏതായാലും നമുക്ക് ഓരോന്ന് ഈ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്ന, 7-ാം സ്വർഗം വരെ പോയി എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഒന്നാമതായി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സംഭവത്തിന് ഒരു ദൃക്സാക്ഷിയുമില്ല. മുഹമ്മദ് പറഞ്ഞത് മാത്രമാണ് തെളിവ്, വേറെ ഒരു സാക്ഷിയുമില്ല. മോശ ചെങ്കടൽ വിഭാഗിച്ചപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ അതിന് ദൃക്സാക്ഷികളായിട്ടുണ്ടായിരുന്നു. യോശുവ യോർദാൻ നദിയെ വിഭാഗിച്ചപ്പോൾ അതിന് ദൃക്സാക്ഷികളായി ദശലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. ഇനി യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് അതിന് സാക്ഷികളായിട്ട് അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ മുഹമ്മദ് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന 7-ാം സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് ഒരൊറ്റ സാക്ഷിയുമില്ല. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി മുസ്ലിങ്ങളിൽ പലരും ഈ യാത്രയിൽ വിശ്വസിക്കുന്നില്ല. ഇന്നും വിശ്വസിക്കാത്തവരുണ്ട്. ജഗന്നൂരികളൊന്നും ഇത് വിശ്വസിക്കുന്നില്ല. മുഹമ്മദിൻ്റെ ഭാര്യ ആയിഷ പോലും ഈ ആകാശയാത്രയിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ ആയിഷ പറയുന്നുണ്ട്, മുഹമ്മദ് അവൻ്റെ റബ്ബിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നവൻ അള്ളാഹുവിൻ്റെ പേരിൽ വമ്പിച്ച കളവാണ് ആരോപിക്കുന്നത് എന്ന് ആയിഷ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസ് അനുസരിച്ച് ശരിയാവില്ല. കാരണം അള്ളാഹിൻ്റെ അടുത്ത് ചെന്നിട്ട് പിന്നെ ലേലം വിളിയായിരുന്നു. 50 ഉണ്ടായിരുന്ന സാധനം ലേലം വിളിച്ച് ചുരുക്കി 5 മാറ്റിയല്ലോ. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ മുമ്പാകെ ചെന്നിട്ട് ചെയ്തതായിട്ടല്ലേ പറയുന്നത്. പക്ഷേ അതേ ആയിഷ പറയാണ്, മുഹമ്മദ് അവൻ്റെ റബ്ബിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നവൻ അള്ളാഹുവിൻ്റെ പേരിൽ വമ്പിച്ച കളവാണ് ആരോപിക്കുന്നതെന്ന്. മൂന്നാമതായി ഈ കാര്യത്തിലുള്ള വിവരണങ്ങൾ ചരിത്ര വിരുദ്ധമാണ്. മുഹമ്മദിൻ്റെ കാലത്ത് യെരുസലേമിൽ മസ്ജിദുൽ അക്സ എന്ന് പറയുന്നൊരു ആലയം ഉണ്ടായിരുന്നില്ല. 2ാം ഖലീഫ ഉമർ അയച്ച മുസ്ലിം സൈന്യം യെരുസലേം പിടിച്ചടക്കിയതിന് ശേഷമാണ് യെരുസലേമിൽ മസ്ജിദുൽ അക്സ എന്ന ദേവാലയം പണിയപ്പെടുന്നത്. അപ്പോൾ ഇല്ലാത്ത ആലയത്തിൽ ചെന്ന് മുഹമ്മദ് 2 റക്അത്ത് നിസ്കരിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ കഥ പൊളിഞ്ഞ് പാളീസായി. നാലാമതായി
ഈ കഥയിൽ മുഹമ്മദ് ഉടലോടെയാണ് 7-ാം സ്വർഗത്തിൽ പോയി അള്ളാഹുവിനെ കണ്ടതെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന 7-ാം സ്വർഗം നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഉള്ളിലാണെന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം ശരീരത്തോടുകൂടിയാണല്ലോ പോയത്. ശരീരം എന്ന് പറയുന്നത് ഒരു ഭൗതിക വസ്തുവാണ്. ഒരു ഭൗതിക വസ്തുവിന് സഞ്ചരിക്കാവുന്ന ഏറ്റവും പരമാവധി സ്പീഡിൽ ഒരു പദാർത്ഥത്തിന്, ഒരു ഭൗതിക പദാർത്ഥത്തിന് സഞ്ചരിക്കാവുന്ന ഏറ്റവും വലിയ സ്പീഡിൽ സഞ്ചരിച്ചാൽ പോലും ഒരു ദിവസം കൊണ്ട് സൗരയൂഥം കടന്നു പോകാനൊന്നും പറ്റില്ല. ഇവിടെ ഈ കഥയിൽ പറയുന്നത് രാത്രി ഉറങ്ങാൻ കിടന്ന ആൾ യെരുശലേമിലേക്കും പിന്നെ അവിടെ നിന്ന് 7-ാം സ്വർഗത്തിലേക്കും പോയി നേരം വെളുക്കുന്നതിന് മുമ്പ് തിരിച്ച് തൻ്റെ കിടക്കയിലേക്ക് തന്നെ മടങ്ങി വന്നു എന്നാണ്. അതായത് 7-ാം ആകാശവും കടന്ന് അള്ളാൻ്റെ സ്വർഗത്തിൽ പോയി തിരിച്ച് വീട്ടിലെത്താൻ ചില മണിക്കൂറുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്ര മണിക്കൂറുകൾ കൊണ്ട് ഒരു ഭൗതിക വസ്തുവിനെ സഞ്ചരിക്കാവുന്ന ഏറ്റവും കൂടിയ സ്പീഡിൽ സഞ്ചരിച്ചാലും നമ്മുടെ അടുത്ത ഗ്രഹമായ ചൊവ്വയിലേക്ക് പോലും പോയിട്ട് മടങ്ങി വരാൻ പറ്റില്ല. അപ്പോൾ ഈ കഥയിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ 7-ാം സ്വർഗം എന്നുള്ളത് ഈ ഭൂമിക്കും ചൊവ്വയ്ക്കും ഇടയിൽ എവിടെയോ ആണെന്ന് വരുന്നു. ഇത് ശുദ്ധ അസംബന്ധമാണ്. 5-ാമതായി ഈ കഥയിൽ മുഹമ്മദ് ആത്മാവിലാണ് 7-ാം സ്വർഗത്തോളം പോയത് എന്ന് വരികയിൽ മുഹമ്മദിൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടി കോവർ കഴുതയേക്കാൾ ചെറുതും കഴുതയേക്കാൾ വലുതുമായ ബുറാക്ക് എന്നൊരു വെളുത്ത മൃഗത്തെ യാത്രാവാഹനമായി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ശരീരം ഇല്ലല്ലോ, ആത്മാവിലാണ് പോകുന്നതെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യം എന്താണ്? എന്താണ് കോവർ കഴുതയേക്കാളും ചെറുതും കഴുതയേക്കാൾ വലുതുമായ ബുറാക്ക് എന്നുള്ള മൃഗത്തിൻ്റെ ആവശ്യം എന്താണ്? 6-ാമതായി ഈ ബുറാക്ക് എന്ന മൃഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിശ്വസനീയമാണ്. കാരണം അതിൻ്റെ കണ്ണെത്തുന്ന ദൂരം വരേക്കും കാലും എത്തും എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. കണ്ണെത്തുന്ന ദൂരം വരേക്കും കാലും എത്തും. ആ മൃഗത്തെക്കുറിച്ച് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. മരുഭൂമിയിൽ കണ്ണെത്തുന്ന ദൂരത്തിനൊരു പരിധിയുണ്ട് കാണാവുന്നതിന്. അപ്പോൾ ഇവരൊക്കെ ഈ കുതിരയൊക്കെ ചാടുന്ന പോലെയൊക്കെ അതിനൊക്കെ ഉദ്ദേശിച്ചായിരിക്കും മുഹമ്മദ് പറഞ്ഞത്. കുതിരയൊക്കെ ഒന്ന് ചാടിപ്പോവും, കുറച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചാടും. പക്ഷേ ബുറാക്ക് അങ്ങനെയല്ല കേട്ടോ. അതിൻ്റെ കണ്ണ് എവിടെയും വരെ എത്തുന്നോ അവിടേക്ക് ചാടും എന്ന് പറയുമ്പോൾ വളരെ ദൂരം, മരുഭൂമിയിൽ ഇങ്ങനെ അങ്ങ് ദൂരെ കിടക്കുന്ന ഏതോ സ്ഥലത്തേക്ക് ചാടുന്ന ആ ഒരു ലെവലിലാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പോകുന്നത് ഭൂമിയിലല്ലല്ലോ പോയത്, മുകളിലേക്കല്ലേ. മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ശൂന്യാകാശത്തേക്കുള്ള യാത്രയിൽ കണ്ണിനെത്താൻ ഒരു പരിധിയില്ല. സത്യം പറഞ്ഞാൽ രാത്രിയിൽ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളൊക്കെ അനേക ദശലക്ഷം കോടി കിലോമീറ്ററുകൾക്കപ്പുറമുള്ളവയാണ്. അപ്പോൾ അവിടെയും വരെ കാണുന്നതും ഒറ്റച്ചാട്ടത്തിന് കണ്ണെത്തുന്ന ദൂരം വരേക്കും കാലെത്തും. ഇവിടുന്ന് കാലെടുത്ത് പിന്നെ വയ്ക്കുന്നത് അവിടേക്ക്, ഈ ദശലക്ഷം കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ആ സ്ഥലത്തേക്ക് കാലെടുത്ത് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞാൽ എന്തുവാണ് ഇത്? തള്ളിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് ചോദിക്കേണ്ടി വരും. മനസ്സിലായോ? കാരണം ഒരു മൃഗത്തിന് ഒരിക്കലും ഇത്രയും ദൂരത്തേക്ക് തൻ്റെ കാലുകൾ എടുത്തു വയ്ക്കാൻ പറ്റില്ല. 7-ാമതായി ഈ കഥയിൽ പറയുന്നതനുസരിച്ച് 6-ാം ആകാശത്തിൽ മുഹമ്മദ് എത്തിയപ്പോൾ അവിടെ കാണുന്നത് മൂസാ നബീനാണല്ലോ. നമ്മൾ കണ്ടല്ലോ, അത് മൂസാ നബീനെ കാണുന്നു. പിന്നെ ഈ ലേലംവിളിയുടെ പുറകിലെ ബുദ്ധികേന്ദ്രം മൂസാ നബിയാണ്. 50 നിസ്കാരം കൊടുത്ത് ഈ മൂസാ നബി അവിടെ ചെന്ന് പെട്ടതാണ് ഇന്ന് ഈ ലോകത്തിനൊക്കെ പ്രശ്നമായത്. മൂസാ നബി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് ഈ തീവ്രവാദം പ്രശ്നം, ഭീകരവാദം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. കാരണം ഇവന്മാർ 50 നേരം നിസ്കാരം എന്നും പറഞ്ഞിരിക്കുകയല്ലേ. ഈ 50 നേരം നിസ്കാരം എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് പുറത്തിറങ്ങിയിട്ട് മനുഷ്യനെ ബോംബ് വയ്ക്കാനും വെട്ടിക്കൊല്ലാനൊക്കെ സമയം കിട്ടുന്നത്? ഒന്നിൻ്റെ സമയം കിട്ടുകയില്ല. ആ പുള്ളി വെറുതെ ഇടപെട്ടിട്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ നാശാവശമാക്കി കളഞ്ഞത്. അപ്പോൾ ആ ഹദീസ് 6-ാം ആകാശത്തിൽ ചെന്നപ്പോൾ അവിടെ മൂസാ നബീനെ കാണുന്നുണ്ട്. എന്നാൽ വേറൊരു ഹദീസ് ഉണ്ട് മുഹമ്മദ് ഈ അനുയായികളോട് പറയുന്ന വേറൊരു സന്ദർഭത്തിൽ പറയുന്നത്. അതിങ്ങനെയാണ്, ഞാൻ ആ ഹദീസ് വായിക്കാം. അനസ് ഇബ്നു മാലിക് നിവേദനം, റസൂൽ പറഞ്ഞു, ഇസ്രാ ഉണ്ടായ രാത്രി ചുവന്ന മണൽത്തിട്ടയ്ക്ക് സമീപം മൂസാ നബിയുടെ ഖബറിനടുത്തുകൂടെ ഞാൻ നടന്നു, അല്ലെങ്കിൽ ഖബറിനടുത്തേക്ക് ഞാൻ ചെന്നു. അദ്ദേഹം ആ അവസരത്തിൽ ഖബറിൽ നിന്ന് നമസ്കരിക്കുകയായിരുന്നു. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 43 ഹദീസ് നമ്പർ 164. ഇത് sunna.com പോയാൽ സ്വഹീഹ് മുസ്ലിം 2375 ഹദീസായിട്ട് ഇത് അവിടെ കിടപ്പുണ്ട്, 2375. അപ്പോൾ അവിടെ പറയുന്നത് മൂസാ നബിയുടെ ശവകുടീരം യെരുശലേമിലെ മണൽത്തിട്ട, ഒരു ചുവന്ന മണൽത്തിട്ടയ്ക്ക് സമീപം മൂസാ നബിയുടെ ഖബർ അവിടെയുണ്ട്. ഖബറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത് ഖബറിൽ നിന്നുകൊണ്ട് ഈ പുള്ളി നിസ്കരിക്കുകയാണ്. ഇവരുടെ വിശ്വാസം അനുസരിച്ച് മരിച്ച ആള് നല്ല മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഖബർ വിസ്താരമാവും. പുള്ളിക്ക് പിന്നെ അവിടെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാം, അങ്ങനെ കുറേ ഇതൊക്കെ ചെയ്യാം. വേണമെങ്കിൽ ഫുട്ബോൾ വരെ കളിക്കാം വലിയ നല്ല മനുഷ്യനൊക്കെ ആണെങ്കിൽ. അവന് ദുഷ്ടന്മാരാണെങ്കിൽ ഖബർ ചുരുങ്ങി വന്നിട്ട് അവനെ അങ്ങ് ഞെരിച്ച് കളഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഖബർ വിശാലമാക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെയൊക്കെ കമൻസ് കാണാറില്ല ചില ആളുകൾ മരിച്ചെന്ന് കാണുമ്പോൾ അതിൻ്റെ താഴെ കമൻസ് ഇടുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ ഈ മൂസാ നബി നല്ല ആളായതുകൊണ്ട് പുള്ളിയുടെ ഖബർ വളരെ വിശാലമായതുകൊണ്ട് പുള്ളി അവിടെ നിന്ന് നമസ്കരിക്കുകയാണ് അതിനകത്ത് നിന്ന്. പക്ഷേ രസം എന്താണ്, ഈ ബുറാക്കിൻ്റെ പുറത്ത് കയറി 7-ാം ആകാശത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ 7-ാം സ്വർഗത്തിനും അപ്പുറത്ത് മുകളിലേക്ക് കയറാൻ വേണ്ടി യെരുശലേമിൽ മുകളിലെത്തിയപ്പോൾ ഇവിടെ യെരുശലേമിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത്. മുകളിലെത്തി കഴിഞ്ഞപ്പോഴാ അതേ അവിടെ 6-ാം ആകാശത്ത് ഈ പുള്ളി മൂസാ നബി അവിടെ നിൽക്കുന്നത്.
ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വഴിയോരത്ത് ചുവന്ന മണൽത്തിട്ടയ്ക്ക് സമീപത്തുള്ള മൂസാ നബിയുടെ ഖബറിൽ മൂസാ നബി നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ കയറി മേലോട്ട് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും മുകളിൽ അവിടെയും മൂസാ നബി. അല്ല, അറിയാണ്ട് ഈ പുള്ളി എന്താ കുമ്പിടി എങ്ങാനാണോ മൂസാ നബി? അല്ല, കുമ്പിടിയാണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ, അവിടെ നോക്കുമ്പോൾ അവിടെ, ഒരേ സമയത്ത് 2-3 ഇടത്തൊക്കെ കാണാൻ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, മുഹമ്മദ് ഇവിടെ പോയി ഈ സ്പേസ് ഷട്ടിലൊന്നും ഇല്ലാതെ ബുറാക്കിൻ്റെ പുറത്ത് കയറി സ്പേസിൽ പോയി അള്ളാനെ കണ്ട് തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നത് ചുമ്മാ തള്ളു മാത്രമാണ്. ഖുർആൻ പോലെ, മുഹമ്മദിൻ്റെ പ്രവാചകത്വം പോലെയൊക്കെ തന്നെ വെറും ഒരു തള്ളു മാത്രമാണിത്. അതിൻ്റെ അപ്പുറത്ത് യാതൊന്നുമില്ല. മനസ്സിലായ? ചിന്താശേഷിയുള്ള മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്ന സംഗതി ഇതിനകത്തില്ല. ഇത് അത്ഭുതങ്ങളെ ഞങ്ങൾ നിഷേധിക്കുന്നവരൊന്നുമല്ല. അത്ഭുതങ്ങളൊക്കെ ഉണ്ടാകും, ഞങ്ങളത് അംഗീകരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്ഭുതത്തെ അല്ല ഇവിടെ നിഷേധിക്കുന്നത്. ഈ പറയുന്ന കഥയെ നമ്മൾ വസ്തുതാപരമായി ഇടകേറി പരിശോധിക്കുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന സംഗതികളൊന്നുമില്ല. ഈ വിധത്തിൽ നിങ്ങൾക്ക് ബൈബിളിലെ കാര്യങ്ങളിലേക്ക് വരാൻ പറ്റുകയില്ല. അവിടെ കുറഞ്ഞ പക്ഷം ദൃക്സാക്ഷികളുടെ മുമ്പാകെ വെച്ച് ഇത് ചെയ്തിരിക്കുന്നു. ആ ഒരു സംഗതിയെ നിങ്ങളെങ്ങനെ ഒഴിവാക്കി കളയും? അവരുടെ കാലഘട്ടത്തിൽ തന്നെ അത് എഴുതുകയും ചെയ്യുന്നു. മോശയുടെ പുസ്തകത്തിലായാലും അല്ലെങ്കിൽ യോശുവയുടെ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം, ചില വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു, ആ കല്ല് ഇന്നുവരെയും അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവളും കുടുംബവും ഇന്നുവരെ, രഹാബിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് അവളും കുടുംബവും ഇന്നുവരെ അവിടെ പാർക്കുന്നു എന്നൊക്കെ. എന്ന് വെച്ചാൽ ഇന്നുവരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ എഴുതുന്ന കാലം വരെ, അല്ലാണ്ട് ഇന്ന് ഈ 21-ാം നൂറ്റാണ്ട് വരെയല്ല. എഴുത്തുകാരനത് എഴുതുമ്പോൾ ആ എഴുതുന്ന കാലം വരേക്ക് ഈ സംഭവം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല. അങ്ങനെ എഴുതിയിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വായനക്കാർ, ആ നാട്ടുകാർ, അത് വായിക്കുന്നവരാരാണോ അവർക്ക് അവർക്കറിയാമല്ലോ അത് അവിടെ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇത് നുണയാണ്, ഇല്ലാത്ത കാര്യമാണ് ഇയാൾ എഴുതിയതെന്നും പറഞ്ഞിട്ട് അയാളുടെ വിശ്വാസ്യത തകരും. അപ്പോൾ ഇല്ലാത്ത കാര്യം അങ്ങനെയൊന്നും എഴുതി വയ്ക്കില്ല അവർ. ബൈബിളിൽ പലയിടത്തും അങ്ങനെയുള്ള പരാമർശങ്ങൾ കാണാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ, ശമൂവേലിൻ്റെ പുസ്തകത്തിലൊക്കെ ഉണ്ടത്, ഇന്നുവരേക്കും അവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ഈ വിധത്തിലുള്ള ഒരു വിശ്വസനീയത ഇതിനെ സംബന്ധിച്ചില്ല. ഖുറാനിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിനകത്ത് സ്പേസ് ഷട്ടിലില്ലാതെ സ്പേസിൽ കയറി ശൂന്യാകാശം, 7-ാം ആകാശം വരെ പോയി എന്നൊക്കെ പറയുന്ന ഈ കഥയ്ക്ക് ഈ വിധത്തിലുള്ള ബൈബിളിൽ പറയുന്നത് പോലെയുള്ള, ബൈബിളിലെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മറ്റ് എവിഡൻസുകൾ അതിൻ്റെ പുറകെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള ഒന്നുമില്ല. അപ്പോൾ ഇത് വെറും ഒരു തള്ളു മാത്രമാണ്. ഇനി ഈ തള്ളിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചർച്ചയിൽ ചാക്കോ പാസ്റ്ററും മറ്റ് സഹോദരങ്ങളും ഒക്കെ പറയുന്നതായിരിക്കും. നമുക്ക് അതിലേക്ക് കടക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.